തിയേറ്ററുകളിലേക്ക്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അഭിനേത്രിയും അവതാരകയും അതിലുപരി വളരെ മികച്ച ഒരു ഗായികയുമാണ് റിമി ടോമി. മാത്രമല്ല, റിമിയെ ചെറുപ്പം മുതലേ മലയാളി പ്രേക്ഷകർക്ക് ടെലിവിഷനിലൂടെയും വളരെയധികം പരിചയമുള്ളതാണ്. എല്ലാം കൊണ്ടും റിമി ഒരു സകല കല വല്ലഭ തന്നെയാണെന്ന് വേണം പറയാൻ. സമൂഹ മാധ്യമങ്ങളിലും ഏറെ സജീവമാണ് റിമി. തിരക്കുകൾക്കിടയിൽ നിന്നും വീണ് കിട്ടുന്ന സമയം യാത്ര പോവാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു യാത്രാ പ്രേമി കൂടിയാണ് റിമി. അയർലൻഡിൽ എത്തിയ ഒരു വിശേഷമാണിപ്പോൾ റിമി പങ്കുവച്ചിരിക്കുന്നത്. കുട്ടിക്കാലം മുതലേ പള്ളിയിലെ ക്വയറിലും സ്റ്റേജുകളിലും പാടിയിരുന്ന റിമി ടോമി ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശമാധവൻ എന്ന ചിത്രത്തിലൂടെയാണ് പിന്നണി ഗാനരംഗത്ത് എത്തുന്നത്. റിമിയുടെ ആദ്യ ഗാനം ചിങ്ങമാസം വന്നു ചേർന്നാൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതോടെ റിമിക്ക് കൈനിറയെ അവസരങ്ങളും ലഭിച്ചു. പിന്നീട് താരം കൈരളി ടിവിയിലെ ഒരു പരിപാടിയിൽ അവതാരകയായി എത്തുകയുമായിരുന്നു. ശേഷം മഴവിൽ മനോരമയിൽ സ്ഥിര സാന്നിധ്യമാവുകയുമായിരുന്നു. വളരെ മനോഹരമായി പാടുകയും ഇന്റർവ്യൂ എടുക്കുകയും ചെയ്യുന്ന ഈ അതുല്യ കലാകാരിക്ക് ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകളെ കൈപ്പിടിയിൽ ഒതുക്കാനും കഴിയും. ഇന്നിപ്പോൾ മലയാളി പ്രേക്ഷകരെ കുടുകുടെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ കുടുംബം എന്ന പരിപാടിയിലും ഇതിനു മുമ്പ് സൂപ്പർ 4 എന്ന മ്യൂസിക് റിയാലിറ്റി ഷോയിലും ജഡ്ജായി എത്തിയിരുന്നു. ചിരിപ്പിച്ചും തമാശകൾ പറഞ്ഞും പാട്ടുപാടിയും ഏതു വലിയ ആൾക്കൂട്ടത്തെയും കയ്യിലെടുക്കാൻ പ്രത്യേക കഴിവ് തന്നെയുണ്ട് റിമി ടോമിക്ക്. എത്ര മണിക്കൂർ നീണ്ട സ്റ്റേജ് പ്രോഗ്രാമായാലും മൈക്കുമെടുത്ത് റിമി സ്റ്റേജിൽ കയറിയ പിന്നെ മൊത്തത്തിൽ ഓളമാണ്. പുറം രാജ്യങ്ങളിലും പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകാറുള്ള റിമി ഈ അടുത്താണ് അയർലൻഡിലെത്തിയത്. അവിടെ ഗാൽവേ, കോർക്ക് എന്നിവിടങ്ങളിൽ പ്രോഗ്രാം അവതരിപ്പിക്കുകയും ചെയ്തു. പ്രോഗ്രാമിന്റെ ഒഴിവു സമയങ്ങൾ ആനന്ദകരമാക്കാൻ അവിടെയുള്ള പാർക്കിലും മറ്റു വിശേഷപ്പെട്ട സ്ഥലങ്ങളിൽ സന്ദർശനവും നടത്തി. ഗായകൻ അനൂപ് ശങ്കറാണ് റിമിക്കൊപ്പം ഉള്ളത്. വന്ന കാര്യം കഴിഞ്ഞു എന്നും ഇനി കേരളമാണ് ലക്ഷ്യം എന്നും റിമി പറയുന്നുണ്ട്. താരം റിമി ടോമി പങ്കുവച്ചിട്ടുള്ള അയർലൻഡ് വിശേഷങ്ങളെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.